കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 4. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയതോടെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1858 ആരംഭിച്ച ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം ഉപഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഏകീകരണത്തെ ബാധിച്ചു. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഭാരതം എന്ന ഉപഭൂഖണ്ഡം 2 വ്യത്യസ്ത രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. വിഭജനം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ 10 ദശലക്ഷത്തിലധികം ആളുകളുടെ ജനസംഖ്യാ കൈമാറ്റത്തിനും 1 ദശലക്ഷത്തോളം ആളുകളുടെ മരണത്തിനും കാരണമായി. 1947 ഇടക്കാല മന്ത്രിസഭയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ സ്വാതന്ത്ര്യ സമരവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട നേതാവായ മഹാത്മാഗാന്ധി അധികാര ശ്രേണിയിലെ ഒരു പദവിയും സ്വീകരിച്ചില്ല. 1950 അംഗീകരിച്ച ഭരണഘടന യഥാക്രമം ഫെഡറൽ തലത്തിലും സംസ്ഥാന തലത്തിലും വെസ്റ്റ്മിൻസ്റ്റർ ശൈലിയിലുള്ള പാർലമെന്ററി ഭരണ സംവിധാനമുള്ള ഇന്ത്യയെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റി. അന്നു മുതൽ ഇവിടെ ജനാധിപത്യം സുസ്ഥിരമായി നിലനിൽക്കുന്നു. ഇന്ത്യയുടെ സുസ്ഥിര ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ ലോകത്തിൽ പുതുതായി സ്വതന്ത്രമായ രാജ്യങ്ങളിൽ സവിശേഷമാണ്. 1947 മുതൽ 1950 വരെയും ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന 1952 വരെയും ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചു തീർത്ത നിർണായകമായ സങ്കീർണതകൾ നിരവധിയായിരുന്നു. 1948 ജനുവരി 30 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഹിന്ദു തീവ്രവാദിയായ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുകയും 1950 ഡിസംബർ 15 ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് പ്രകീർത്തിക്കപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേൽ കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. മഹത്തായൊരു ജനാധിപത്യ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. തങ്ങളുടെ പ്രതിനിധികളെ നിശ്ചയിക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കാൻ കാര്യക്ഷമമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും ഇന്ന് ഇന്ത്യക്ക് സ്വന്തമാണ്. 1951 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പുറത്തിറക്കി. ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശമുണ്ടായിരുന്നില്ല. നിശ്ചിത സംഖ്യ ഭൂനികുതി കൊടുക്കുന്നവർക്കും ബിരുദധാരികൾക്കും മാത്രമായി വോട്ടവകാശം പരിമിതപ്പെടുത്തിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും പ്രായപൂർത്തി വോട്ടവകാശം വളരെ വൈകിയാണ് നടപ്പാക്കിയത്. 1-ാം ലോകയുദ്ധം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബ്രിട്ടനിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത്. അപ്പോഴും പുരുഷന്മാരുടെ വോട്ടിംഗ് പ്രായം 21 വയസ്സും സ്ത്രീകളുടേത് 30 നിജപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 വർഷങ്ങളിലായിരുന്നു. അന്ന് വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സായാണ് നിശ്ചയിച്ചത്. 1951 ഒക്ടോബർ 25 തുടക്കമിട്ട തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 4 മാസമെടുത്ത് പിറ്റേ വർഷം, അതായത് 1952 ഫെബ്രുവരി 21 പൂർത്തിയാക്കിയത്. അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന 30 കോടി ജനങ്ങളിൽ 10,59,44,495 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് 44.87% പേർ വോട്ട് രേഖപ്പെടുത്തി. 402 മണ്ഡലങ്ങളിലായി ആകെ 489 അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. 100 പേർക്ക് 1 എന്ന കണക്കിൽ 2.25 ലക്ഷം ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി അന്ന് സജ്ജീകരിച്ചിരുന്നത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും ചിഹ്നം പതിച്ചിട്ടുള്ള പ്രത്യേക പെട്ടികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുദ്രയുള്ള ബാലറ്റുകൾ നിക്ഷേപിക്കുകയായിരുന്നു അന്നത്തെ വോട്ടിംഗ് സമ്പ്രദായം. കാളപ്പെട്ടി, അരിവാൾപ്പെട്ടി, കുരുവിപ്പെട്ടി, കടുവാപ്പെട്ടി എന്നിങ്ങനെ പുറമേ പതിച്ചിട്ടുള്ള ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ബാലറ്റ് ബോക്സുകൾ വിളിക്കപ്പെട്ടു. ഇന്നത്തെ പോലെ
സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ബാഹുല്യമില്ലാതിരുന്ന അക്കാലത്ത് ഇത്തരത്തിലുള്ള വോട്ടിംഗ് സമ്പ്രദായം കാര്യക്ഷമമായി പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നിരുന്നാലും 14 ദേശീയ പാർട്ടികളും 64 പ്രാദേശിക കക്ഷികളും ഇന്ത്യയുടെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, കിസാൻ മസ്ദൂർ പ്രജാപരിഷത്ത് എന്നിവയായിരുന്നു പ്രധാന രാഷ്ട്രീയ കക്ഷികൾ. BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയും പ്രഥമ തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഫലപ്രഖ്യാപനത്തിന് ശേഷം ആകെയുള്ള 489-ൽ 364 സീറ്റുകളും ഏകദേശം 45% വോട്ടുകളും നേടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേറി. 16 സീറ്റുകൾ നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു പ്രധാന പ്രതിപക്ഷം. പ്രതിപക്ഷ നിരയിൽ തൊട്ടടുത്ത സ്ഥാനം 12 സീറ്റുകൾ നേടിയ സോഷ്യലിസ്റ്റ് പാർട്ടിക്കായിരുന്നു. 4 സീറ്റുകൾ നേടിയ ഹിന്ദു മഹാസഭയും 3 സീറ്റുകളിൽ വിജയിച്ച ജനസംഘവും 9 സീറ്റുകൾ കരസ്ഥമാക്കിയ കിസാൻ മസ്ദൂർ പ്രജാപരിഷത്തും 3 സീറ്റുകളിൽ ഒതുങ്ങിയ RSPയും പ്രതിപക്ഷ നിരയിലെ സജീവ സാന്നിധ്യങ്ങളായിരുന്നു. ഇന്നത്തെ പോലെ പ്രത്യേക അലവൻസുകളും ശമ്പളവും ഔദ്യോഗിക മന്ദിരവും സർക്കാർ വാഹനവുമില്ലെങ്കിലും 1952 ഏപ്രിൽ 17 അധികാരത്തിലേറിയ ഭാരതത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രഥമ ലോകസഭയിൽ മദിരാശി സംസ്ഥാനത്തെ മലബാർ ജില്ലയിലെ കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സഖാവ് AKG എന്ന AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യ സമരഭൂമിയിൽ നിന്നും ജ്വലിച്ചുയർന്ന നിരവധി ദേശീയ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രിയായി സ്ഥാനമേറ്റത് ശ്രീ അബ്ദുൽ കലാം ആസാദായിരുന്നു. പിൽക്കാലത്ത് ആക്ടിംഗ് പ്രധാനമന്ത്രിയായി 2 വട്ടം സ്ഥാനമേറ്റ ശ്രീ ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ നദീതട പദ്ധതികളുടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 1952 പ്രഥമ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് രവി നാരായണൻ റെഡ്ഡിയായിരുന്നു. പ്രഥമ ലോകസഭയുടെ പ്രഥമ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ ഗണേഷ് വാസുദേവ് മാവുലങ്കറായിരുന്നു. ശ്രീ ജയപ്രകാശ് നാരായണൻ, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളുമായി കൈകോർത്തുകൊണ്ട് രാജ്യത്തിന് നാശം വരുത്തിവെക്കുന്ന വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് 1952 ഏപ്രിൽ 15 സമ്മേളിച്ച പ്രഥമ ലോകസഭയുടെ പ്രഥമ സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ദൃഢപ്രതിജ്ഞ ചെയ്തു.